ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മഷ്റൂം മസാല എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മഷ്റൂം മസാല എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. ഇത് ഒരു 200 ഗ്രാം വരും. ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ 200 ഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇത് അങ്ങ് ചുരുങ്ങും. അതുകൊണ്ട് ഇതൊരു 2-3 പീസായി മാത്രം കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഇത് വലുതായതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്, ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പീസ് പട്ട 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്, അതും. പിന്നെ ഒരു 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതിപ്പോൾ നല്ല വലിയ സവാള ആയതുകൊണ്ട് ഞാൻ 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും, ഇതിൻ്റെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വാടി വരണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണിൽ നിന്ന് 1.5 ടീസ്പൂൺ വരെ ആകാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. മഷ്റൂമിൽ നിന്ന് തന്നെ ഇവിടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. മഷ്റൂം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇത്രയും ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഇതെടുത്താൽ മതി. ചോറിനൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വരട്ടിയെടുത്ത് മഷ്റൂമിലേക്കുള്ള മസാല കുറച്ചുകൂടെ പിടിക്കുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.